ഗാസയെ സഹായിക്കുന്നു എന്ന പേരിലാണ് യമനിൽ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത്. എന്നാൽ ഇപ്പോൾ അതിനു പ്രതികാരമായി ഇസ്രയേലിൽ ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുകയാണ് അൻസാറുള്ള എന്നതാണ് പുറത്തുവരുന്ന വാർത്തകൾ വ്യക്തമാക്കുന്നത്. ബെൻ ഗുരിയോൺ വിമാനത്താവളം, യഫയിലെ സൈനിക താവളം, എയ്ലാത്ത് തുറമുഖം, റാമൺ വിമാനത്താവളം, അഷ്ദോദിലെ സൈനിക താവളം എന്നിവിടങ്ങളിലാണ് ഡ്രോൺ ആക്രമണം നടത്തിയിട്ടുള്ളത്. യമനിലെ ഹുദൈദയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിന് മറുപടിയാണ് ഡ്രോൺ ആക്രമണങ്ങളെന്ന് അൻസാറുള്ള സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ യഹ്യാസാരി പറയുകയുണ്ടായി. മാത്രമല്ല, ഗാസയിൽ ഇസ്രയേൽ ആക്രമണം നിർത്തുന്നതുവരെ ഇടപെടൽ തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഏതു നിമിഷവും യമൻ ഇതിൽ കൂടുതൽ ആക്രമിക്കപ്പെട്ടേക്കാം എന്ന് പൂർണ്ണ ഉറപ്പുള്ളതിനാൽ തന്നെ യമനിലെ ഹജ്ജാവ് പ്രവിശ്യയിൽ പ്രവർത്തകർക്ക് തൂഫാനുൽ അക്സ പരിശീലനം നടത്തുകയാണ് അൻസാറുള്ള. ഗാമിസ് അൽ ഖ്വാലയിലും അൽ ഗബയിലുമാണ് ഓപ്പൺ മിലിറ്ററി കോഴ്സ് നടത്തിയിട്ടുള്ളത്. ശത്രു കേന്ദ്രങ്ങളിൽ കയറാനും കൃത്യമായി ആക്രമിക്കാനും വേണ്ട പരിശീലനങ്ങളാണ് നൽകി പോരുന്നത്. ഫലസ്തീൻ ആവശ്യമുള്ളപ്പോൾ ഇടപെടാനാണ് പരിശീലനമെന്ന് പ്രാദേശിക നേതാക്കൾ പറയുന്നുണ്ട്. ഗാസയെയും യമനെയും പ്രതിരോധിക്കാൻ തങ്ങളുടെ ഏറ്റവും മൂല്യമേറിയ ജീവൻ നൽകാനും തയ്യാറാണെന്ന് പരിശീലന പരിപാടിയിൽ പങ്കെടുത്തവർ പറയുന്നുണ്ട്. മാത്രമല്ല, ഗാസയിലെ സ്ത്രീകളെയും കുട്ടികളെയും പ്രായമായവരെയും കൊലപ്പെടുത്തിയവർ ഏതു കാലത്തായാലും പിടികൂടപ്പെടുമെന്നും അവർക്കെതിരെ നടപടികൾ ഉണ്ടാവുമെന്നും നേതാക്കൾ പറയുകയുണ്ടായി. അതേസമയം ഇസ്രയേലി അധിനിവേശത്തെ തുടർന്ന് ഗാസയിലെ 1/3 ക്രിസ്ത്യാനികളും നാടുവിട്ടതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. 1600 വർഷത്തിലധികം പഴക്കമുള്ള ദേവാലയങ്ങൾ അടക്കം ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ 90% സ്വത്തുക്കളും ഇസ്രയേൽ തകർത്തു കഴിഞ്ഞെന്ന് ഗാസയിലെ അറബ് ഓർത്തഡോക്സ് ചർച്ചിന്റെ ട്രസ്റ്റി അംഗമായ ഏലിയാസ് അൽ ജൽദ പറയുകയുണ്ടായി. സ്കൂളുകൾ, ആശുപത്രികൾ, സാംസ്കാരിക കേന്ദ്രങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. നിലവിൽ 600 ക്രിസ്ത്യാനികൾ മാത്രമാണ് ഗാസയിലുള്ളത്. മൊത്തം ക്രിസ്ത്യാനികളിൽ 3% ഇസ്രയേലി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുമുണ്ട്. അൽസൂരി പരമ്പരയിലെ 2 കുടുംബങ്ങൾ പൂർണ്ണമായും കൊല്ലപ്പെടുകയുണ്ടായി. അൽ സെത്തൂൻ പ്രദേശത്തെ സെന്റ് പോർഫിറിയൻസിലെ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ദേവാലയം ഏറെക്കുറെ പൂർണ്ണമായും തകർന്നിട്ടുമുണ്ട്. ഗാസയിലെ ഏക കത്തോലിക് ദേവാലയമായ ഹോളി ഫാമിലി ചർച്ചിൽ 2 തവണയാണ് ബോംബിട്ടിട്ടുള്ളത്. ഹോളി ഫാമിലി സ്കൂൾ, റോസറി സിസ്റ്റേഴ്സ് സ്കൂൾ, സിസ്റ്റേഴ്സ് ചാരിറ്റി കിൻഡർ ഗാർഡൻ എന്നിവ ഭാഗികമായോ പൂർണ്ണമായോ തകർന്നടിഞ്ഞിട്ടുമുണ്ട്. തെൽ അൽ അഹവയിലെ സാംസ്കാരിക കേന്ദ്രവും ലാറ്റിൻ സ്കൂളും മുഴുവനായി നശിച്ചു. അൽഷിഫ ആശുപത്രി തകർത്തതിനു ശേഷം ബാപ്റ്റിസ്റ്റുകൾ നടത്തുന്ന അൽ അഹ്ലി അറബ് ആശുപത്രിയും ആക്രമിക്കപ്പെട്ടു. ഗാസ നിവാസികളുടെ വിശ്വാസമൊന്നും പരിഗണിക്കാതെ ആളുകളെ ആക്രമിക്കുകയാണെന്ന് അൽ ജൽദ പറയുകയുണ്ടായി. സത്യം പറഞ്ഞാൽ ഇതൊന്നും ക്രിസ്ത്യാനികൾക്കെതിരായ ആക്രമണം മാത്രമാണെന്ന് പറയാനാവില്ല. മുഴുവൻ ഗാസ നിവാസികൾക്കെതിരുമായ ആക്രമണമാണ് ഇതൊക്കെയും. ഗാസയെ മുച്ചൂട് നശിപ്പിക്കുന്ന കൂട്ടത്തിൽ ഗാസയിൽ മനുഷ്യരും ചരിത്രവും സംസ്കാരവും പാടില്ല എന്ന് തന്നെയാണ് ഇസ്രയേലിന്റെ ലക്ഷ്യം എന്ന് തന്നെ പറയേണ്ടി വരും.